പ്രൈസ് ലോർഡ്. ക്രിസ്ത്യവിഷൻ അൻപുള്ള നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പുനരുദ്ധാന ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കൂട്ടായ്മ, ദൈവസാന്നിധ്യം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ദൈവം ദാനമായി നൽകിയ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആണിപ്പാടേറ്റ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനം 1 ആധാരമാക്കി കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. സങ്കീർത്തനം 1 വാക്യം: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1:1-2 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഇത് നമ്മോട് സംസാരിക്കുന്നത് നശിച്ചുപോകുന്ന ഈ ലോകം അതിൻ്റെ അന്ത്യത്തോടടുത്തിരിക്കുന്നു. ദൈവമക്കളെ ഏത് വിധേനയും പാപത്തിൽ വീഴ്ത്തുവാൻ അവൻ്റെ സർവ്വശക്തിയും എടുത്ത് പല ഏരിയയിൽ കൂടി ശ്രമിക്കുന്നു. എന്നാൽ ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് വചനത്തിലൂടെ സിഗ്നൽ തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവം നമ്മെ വചനം തന്ന് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വചനമാണ് നമ്മുടെ ആധാരം. നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, ഓരോ സാഹചര്യങ്ങളിൽ വചനമെന്ന വാളെടുത്ത് എങ്ങനെ പോരാടണം, ശത്രുവിനോട് നന്മയാൽ തിന്മയെ ജയിക്കാനുള്ള ദൈവശക്തിയൊക്കെയും വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഈ വചനങ്ങളിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കാൻ പാടില്ല. നമ്മൾ ദൈവ ആത്മാവിൻ്റെ ആലോചന പ്രകാരം നടക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. എപ്പോഴും അഭിഷേകത്തിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ഉള്ളിലെങ്കിലും അന്യഭാഷ പറഞ്ഞ് ഏത് സാഹചര്യങ്ങളും ജയിക്കുവാൻ ഇത് തന്നെ ധാരാളമാണ്. അങ്ങനെയുള്ളവർക്ക്, പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് ദുഷ്ടന്മാരുടെ ആലോചന നമുക്ക് മനസ്സിലാക്കാനുള്ള സിഗ്നൽസ് ദൈവം അതിലൂടെ നമുക്ക് തരും. അതിനെ മറികടക്കാൻ ദൈവം നമ്മെ സഹായിക്കും. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദൈവത്തെ സ്നേഹിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പാതയിൽ നടക്കുന്നവർ കർത്താവിനെ, മറ്റുള്ളവർ നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണണം. നമ്മൾ മറ്റുള്ളവരുടെ ഒരു ആത്മാവിനെ, രക്ഷിക്കപ്പെടാത്ത ഒരു ആത്മാവിനെ വേണം കാണാൻ. ജാതികളെ കാണുമ്പോൾ അവരുടെ സൗന്ദര്യമോ വേഷമോ മറ്റൊന്നും പുറമേയുള്ള ഔട്ടർ അപ്പിയറൻസസ് ഒന്നുമല്ല. അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആത്മാവിനെ നേടാനായിട്ട് അത് വേണം നമ്മൾ കാണാൻ. കർത്താവിൻ്റെ കണ്ണിൽ കർത്താവ് എങ്ങനെയാണ് മറ്റുള്ളവരെ കണ്ടത്? എല്ലാ സാഹചര്യവും പാപം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടതാണ് ദൈവം കർത്താവ്. അപ്പോൾ ആ കർത്താവ് നമുക്ക് വചനങ്ങൾ നൽകിയിരിക്കുന്നു, ഏത് സാഹചര്യത്തെയും മറികടക്കുവാൻ, ഫേസ് ചെയ്യുവാൻ. അപ്പോൾ പാപികളുടെ വഴിയിൽ